ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് വുമൻ്റെ വൺ ഡേ ലൈഫ് എങ്ങനെ ഇരിക്കുന്നു നോക്കാനാണ്. എൻ്റെ വൺ ഡേയിൽ വർക്കുള്ള ദിവസം, അതായത് ഡേ ലൈഫ് ജോലിയുള്ള ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തലേ ദിവസം രാത്രിയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സാറ്റർഡേ സൺഡേ നമ്മൾ ഓരോന്ന് ഫിക്സ് ചെയ്യും രാത്രി. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും എഴുന്നേൽക്കുമ്പോൾ വൈകും. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കും, ഫുഡ് കഴിച്ചു, അങ്ങനെയാണ്. പക്ഷേ ജോലിയുള്ള ദിവസം വരുമ്പോൾ നേരത്തെ എഴുന്നേൽക്കണ്ട, എനിക്ക് നേരത്തെ എഴുന്നേൽക്കണം, ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ പോകാൻ. അപ്പോൾ തലേ ദിവസം ഞാൻ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ചെയ്യും. രാവിലെ വന്നിട്ട് രാവിലെ എഴുന്നേൽക്കണതേ വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ വന്നിട്ട് ഒത്തിരി സമയം ചിലവഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നടക്കുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് അരയ്ക്കണം, അതാണ് ഫസ്റ്റ് കാര്യം. ഇപ്പം നമ്മുടെ ഇഡലി എന്നും പറഞ്ഞാണ് അരയ്ക്കണം. നാളെ ചിലപ്പോൾ ദോശയ്ക്ക് പോലെ ഇത് പാകമാവുള്ളൂ. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് പച്ചക്കറി ശരിയാക്കണം. അപ്പോൾ എന്താണ് കറി വയ്ക്കണമെന്ന് വെച്ചാൽ തോരനല്ല മെഴുക്ക് പുരട്ടി വയ്ക്കും. പയറ് മെഴുക്ക് പുരട്ടി ഇതാ കഴുകി കൊണ്ടുവന്ന് വെച്ചാൽ അരിയണം. ഇത് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് വരുന്ന നമുക്കിത് അങ്ങനെ തന്നെ വേഗം അടുപ്പത്ത് വയ്ക്കാമല്ലോ. അതാ. പിന്നെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, ഇഡ്ഡലി ഉണ്ടാക്കണം ആര് കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാൻ എനിക്ക് കുക്കിംഗ് അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇഡ്ഡലി ഉണ്ടാക്കാൻ പഠിച്ചത് എന്നും കല്യാണം കഴിഞ്ഞ ഇടയ്ക്കൊക്കെ എല്ലാവരും പറഞ്ഞു തരുമല്ലോ, അങ്ങനെ എന്നും അരച്ച് വയ്ക്കും. പക്ഷേ രാവിലെ ആകുമ്പോൾ അതിന് പാകാവില്ല. ഇഡ്ഡലിക്ക് ദോശയ്ക്ക് പോലും പാകാവില്ല, പൊങ്ങൂല. എന്ത് ചെയ്യുക, കമത്തി കളയും. അങ്ങനെ ആരും വിശ്വസിക്കില്ല, അങ്ങനെ ഞാൻ കളഞ്ഞു. കുറേ പ്രാവശ്യം കമത്തി കളയാനിട്ടുണ്ട്. ഉണ്ടാക്കാൻ അറിയില്ല അതിനോട്ട്. അത് കഴിഞ്ഞ് ഒരു 1-2 വർഷമായിരുന്നു. എല്ലാവരും ഓരോ വഴികൾ പറഞ്ഞു തരും. എൻ്റെ ഫ്രണ്ട്സ്, വീട്ടിലെ അമ്മച്ചി, പിന്നെ എല്ലാവരും ഓരോ വഴികൾ പറഞ്ഞു തരും കേട്ടോ. ലാസ്റ്റ് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളിലെ കുക്ക് രാധ ചേച്ചി എന്ന് പറയും, ചേച്ചി പറഞ്ഞു തന്നാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടായതിൻ്റെ ശരിയായത്. ഞാനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഷെഫ് സുരേഷ് പിള്ളയല്ലേ, വലിയ കുക്കല്ലേ, പുള്ളിയോട് വരെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കണേന്ന് കേട്ടോ. പക്ഷേ എന്നിട്ടൊന്നും ശരിയായിട്ടില്ല. ഇത് ചേച്ചി എങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പോൾ എന്നോട് ആ ചേച്ചി ചോദിച്ചു എത്ര ഗ്ലാസ് അരി എടുക്കുമെന്ന് ചോദിച്ചു. ഗ്ലാസ് അരി പിന്നെ 1 ഗ്ലാസ് ഉഴുന്നെന്ന് പറയും, അങ്ങനെയാണല്ലോ കണക്ക്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എങ്കിൽ ഇനി മുതൽ ഗ്ലാസ് അരിയും ഉഴുന്നും ഇച്ചിരി ഉലുവയും വെള്ളത്തിലിട്ടിട്ട് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നിട്ട് അങ്ങനെ നമ്മൾ സാധാരണ ഇടുന്നത് തലേ ദിവസം രാവിലെ സ്കൂളിൽ പോകണേക്കാൾ മുമ്പ് ഇട്ടു. വൈകുന്നേരം വന്നിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ പിറ്റേസം വന്നൊക്കെ ശരിയായി. അങ്ങനെയാണ് ഇഡ്ഡലി. ഒന്നുണ്ടായ സന്തോഷം പറയാൻ പറ്റില്ല. കാരണം അതുവരെ 1-1.5 വർഷം രാവിലെ എഴുന്നേറ്റ് ഇതുണ്ടാക്കുക എടുത്ത് കളയാം അത് തന്നെയായിരുന്നു. ശരിക്കും എനിക്ക് തോന്നണ ഞാൻ എടുത്ത അളവിൻ്റെ ആയിരുന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ 2 പേരാണല്ലോ, ഒത്തിരി ഉണ്ട്. 2 ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഒത്തിരി അരി ഇതുണ്ടാവും കേട്ടോ. അതൊക്കെ ചുമ്മാ കളയും. എന്താ ചെയ്യുക, അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കാൻ പഠിച്ചത്. ഇപ്പോഴും കുറച്ചൊക്കെ ഇതൊക്കെ വെക്കാൻ അറിയുള്ളൂ. സാമ്പാറൊന്നും വയ്ക്കാറില്ല. സാമ്പാർ വെച്ചാൽ ചിന്തി ഇത് ശരിയാവില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യം കൊട്ടാരൊക്കെ ചെല്ലുമ്പോൾ അമ്മ പഠിപ്പിച്ചിടും. പക്ഷേ ഞാൻ വെച്ചാൽ ശരിയാവാറില്ല. എന്തോ അവിയൽ വയ്ക്കാൻ പഠിച്ചു, മീൻകറി വയ്ക്കാൻ പഠിച്ചു. എല്ലാം ചേട്ടൻ പഠിപ്പിച്ചാട്ടോ. അവിയൽ വയ്ക്കാനും മീൻകറി വയ്ക്കാൻ, അച്ചാറിടാൻ, തോരനൊക്കെ ചെറുതായിട്ട്. എന്താണോ ഇവിടത്തെയൊക്കെ തോരൻ വയ്ക്കലും കൊട്ടാരക്കരത്തെ തോരൻ വയ്ക്കലൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് ഇതുണ്ട്. നമ്മുടെ പച്ചക്കറി
അല്ല സോറി തോരൻ മെഴുക്കുവരട്ടി വയ്ക്കാനുള്ള ഇത് ശരിയായി. ഇനി ഇത് ഫ്രിഡ്ജിൽ കയറ്റണം. ഓക്കേ. നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എത്ര ജോലി ഉണ്ടായാലും നമ്മൾ ആദ്യം ചെറുതായിട്ടെങ്കിലും നമ്മൾ പാചകം പഠിച്ചിരിക്കുന്നതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കും, പാചകം എന്താണ് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ പഠിക്കണം, കറി വയ്ക്കാനോ അത് എനിക്ക് പഠിക്കണം, വല്ലവൻ്റെ വീട്ടിൽ പോയി ജീവിക്കണം, വല്ലവൻ്റെ വീട്ടിൽ പോയി ജീവിക്കാനാണ് പാചകം പഠിക്കേണ്ടത് എന്നുള്ളൊരു ചിന്താഗതിയാണ് നമ്മൾ ചെറുപ്പകാലം മൊത്തം കേൾക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ദിവസം നമ്മളങ്ങ് ഒറ്റയ്ക്ക് ഒരു സാഹചര്യത്തിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കേണ്ടി വരും. ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. അറിയുകയാണെങ്കിൽ നമുക്കത് വെച്ച് കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് എൻ്റെ ഇത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഇത് ആവശ്യം വന്നാൽ ഒന്ന് പ്രയോഗിക്കണമല്ലോ അതിൽ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നാളത്തേക്കുള്ള ഡ്രസ്സ് എടുത്ത് വയ്ക്കുക. ഡ്രസ്സ് എടുത്ത് വെച്ചാൽ നമ്മൾ ഓടി അടുക്കളയിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രസ്സ് ഇടുക. അതാണ് അടുത്ത പരിപാടി. കാണാം. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, ഡ്രസ്സ് കുർത്തി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എടുക്കാൻ രാവിലെ തന്നെ വന്നിട്ട് ഓടി വന്നിട്ട് അലമാര തുറക്കുമ്പോൾ ഇത് ആദ്യം എടുക്കാൻ പാകത്തിന് വെക്കണം. അപ്പം നമ്മുടെ സമയം അത്രയും കുറച്ച് കിട്ടും. ഓക്കേ. തടിവാ. അപ്പോൾ പോയി ഫുഡ് കഴിച്ചു. 12 മണി കഴിഞ്ഞു. 12 കാലമായോ? അത്രയേറായി. അപ്പോൾ ഒരാൾ നോക്കൂ, ഇപ്പോഴാണ് എക്സസൈസ്. അങ്ങനെ വി ആർ നോട്ട് നോർമൽ. അല്ല, ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് അല്ല ഉദ്ദേശിച്ചത്, ഫുഡ് കഴിച്ചിട്ട് നടക്കാമല്ലോ. അതിന് 12 നിങ്ങളൊക്കെ ഇപ്പോൾ ഉറങ്ങുമായിരിക്കല്ലേ? ഉറങ്ങില്ല കേട്ടോ. ചേട്ടൻ എന്തായാലും ഒരു 4 മണിയൊക്കെ ആവും ഉറങ്ങുമ്പോൾ അല്ലേ? ഞാനും കുറച്ച് നടക്കട്ടെ. ഇപ്പോഴാണ് നടക്കാൻ സമയം കിട്ടില്ല. രാവിലെ ഒന്നും സമയം കിട്ടില്ല. ഈ നടപ്പ് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നണമെന്ന് പറയട്ടെ, മറ്റേ ഇൻസ്റ്റയിൽ റീൽസിലൊക്കെ ഒരു പിന്നെ റീലില്ലേ, പെരിയ പെരിയ കാർ താണ്ടി മല താണ്ടി വരുന്നുണ്ട്. ആ റീലാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ അത്? അതാ എനിക്ക് ഓർമ്മ തന്നെ. നല്ല ഗുഡ് മോർണിംഗ്. നേരം പരപരാ വെളുത്തതിന് ശേഷം മാത്രം മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത്ര രാത്രി ഉറങ്ങിയത് 3 മണി. അതും കഴിഞ്ഞത് തോന്നുന്നപ്പോൾ ചേട്ടാ ഏതൊരു യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടോ രാവിലെ എഴുന്നേറ്റ് ഫോണിൽ നോക്കാതെ വീടെടുക്കാൻ പറ്റില്ല. ഫോണിൽ നോക്കാതെ നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് വന്ന് പുറത്ത് നമ്മളെ ചെടികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കി കുറച്ച് നേരം ഇരിക്കും. അതിനുശേഷം മാത്രം നമ്മൾ ജോലികൾ തുടങ്ങാതെ. അപ്പം ഞാൻ ഇവിടെ ചെടികളൊന്നും അധികമില്ല, നമ്മളെ കുറച്ച് ചെടികളൊക്കെ അതാ. അപ്പോൾ എൻ്റെ ഇത് 2 ചെടിയായിട്ടത്. ഇത് ഇങ്ങനത്തെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ അതിനകത്തേക്കാണ് എൻ്റെ നോട്ടം മൊത്തം. പിന്നെ ഇവിടെയുണ്ട്. അടിക്കാനേ എഴുന്നേറ്റില്ല. അത് അടിക്കാനേ എഴുന്നേക്കുമ്പോൾ ഞാൻ പോകാറാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ എഴുന്നേക്കും. ചിലപ്പോൾ ഞാൻ സ്കൂളിൽ എത്തിയതിന് ശേഷം മാത്രം. ഞാനിതൊക്കെ നോക്കിക്കാട്ടെ. പല്ല് തേച്ച് ഫ്രഷായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് തുടങ്ങിയപ്പോൾ മുതലുള്ള ശീലമാണ് 1 കപ്പ് വെള്ളം കുടിക്കുക എന്നുള്ളത്. കുടിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് നമ്മുടെ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചാൽ എന്തായി നോക്കാം. സംഭവം ചെറുതായിട്ട് പാളിയിട്ടുണ്ട്. ഇന്ന് ദോശയാക്കുന്നതിൽ എല്ലാവർക്കും കുഴപ്പമുണ്ടോ? ചേട്ടൻ ഇഡ്ഡലിയാണെന്നും പറഞ്ഞായിരിക്കും എഴുന്നേറ്റ് തന്നെ. ഇനി അധികം സമയമൊന്നുമില്ല, നമുക്ക് വേഗം അരി കഴുകിടണം. അടുത്തതായി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാള റെഡിയാക്കണം. അത് റെഡിയാക്കിയതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ പയറിലേക്ക്, അതായത് അച്ചിങ്ങയിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ.
മെഴുക്കുവരട്ടി എന്താ ആദ്യം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് ഉണ്ടാക്കി നമുക്ക് കഴിയുമ്പോഴത്തേക്ക് അത് വാങ്ങാറാൻ മതി, നമുക്ക് അടുത്ത കാര്യം അടുപ്പത്ത് വയ്ക്കാൻ പറ്റും. വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം പയർ പെട്ടെന്ന് ഇടുക, ഉപ്പും അതൊക്കെ ചേർക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് അതേ ആവി തന്നെ വേവിച്ചത് ലാസ്റ്റത്തെ പോർഷനാണ് കാണുന്നത്. ഇനി നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഇതാണ്. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് ഗ്രാമ്പൂ പട്ട ഇതൊക്കെ ഇടുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വറുക്കാൻ അടുപ്പത്ത് വെച്ചു കേട്ടോ. പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടതിന് സവാള ഇടണം. സവാള മൂത്തുമ്പോൾ തക്കാളി ഇടണം. തക്കാളിയും ഇതും നന്നായിട്ട് വഴറ്റണം. അത് വഴറ്റി കഴിഞ്ഞ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇതിനകത്തേക്ക് ഇടണം. എളുപ്പമാണ് ഈ മുട്ടക്കറി വെക്കാനായിട്ട്. അങ്ങനെ അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ കുറച്ച് തിളച്ച വെള്ളം ചൂടുവെള്ളം ഇത്തിരി ഒഴിക്കുക. ഇത്തിരി ഒഴിച്ച് അതിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റണം. അത് പറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഇതിൻ്റെ തേങ്ങാപ്പാൽ ഇതൊരു പൊടിയാണ്, തേങ്ങാപ്പൊടിയാണ്, മിൽക്ക് പൗഡറാണ്. അത് നമ്മൾക്ക് ഇത്തിരി ആവശ്യത്തോളം അത് വെള്ളത്തിൽ കലക്കി നല്ല ചൂടുവെള്ളത്തിൽ കലക്കണം. അപ്പോൾ നല്ല ഉറപ്പായിട്ട് വരും. അത് കലക്കി നമ്മുടെ ഈ പറ്റിയിരിക്കണ ഇതിലേക്ക് ഒഴിക്കണം. അപ്പോൾ നല്ല ഇതായിട്ട് വരും. എന്നിട്ട് പതിയെ ചൂടാക്കണം കേട്ടോ, പതിയെ ചൂടാക്കുമ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ തിളയ്ക്കാൻ പാടില്ല. അതിനകത്ത് കിടന്ന് പതിയെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് മുട്ട എടുത്ത് വെച്ചാൽ നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറിയാണ് കേട്ടോ. കുക്കിംഗ് അറിയാത്തവർക്ക് എളുപ്പത്തിനുള്ള ഞാൻ യൂട്യൂബിൽ കണ്ടുപിടിച്ചതാണ്. പിന്നെ എൻ്റെ ജോലിയൊക്കെ ഇടയ്ക്ക് തീർന്നായിരുന്നു. അപ്പോൾ അതുവരെയുള്ള വേസ്റ്റ് ഈ പ്ലേറ്റിലാണ് ഞാൻ സംഘടിപ്പിച്ച് വെച്ചേക്കണേ. മോരുകറി വെച്ചായിരുന്നു കേട്ടോ, പക്ഷേ വീഡിയോ എടുക്കാൻ തത്രപ്പാടില്ല, മറന്നുപോയി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇനി എനിക്കുള്ള ഫുഡ് കഴിക്കാം. എനിക്ക് ഓട്സാണ് രാവിലെ കഴിക്കണേ. ഡയറ്റിന് തുടങ്ങിയതാണ്. ഇപ്പോൾ ഡയറ്റില്ല എങ്കിലും രാവിലെ ഓട്സ് കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഏതെങ്കിലും നട്ട്സ് ഏതെങ്കിലും കഴിക്കും. ഇന്നിപ്പോൾ ഈന്തപ്പഴമാണ്. 30 വയസ്സൊക്കെ കഴിഞ്ഞാലേ രാവിലത്തെ ഫുഡ് ഈ അരി ഉപയോഗിച്ചുള്ള ആഹാരം പരമാവധി കുറയ്ക്കാൻ ഞാൻ കുറയ്ക്കുന്നുണ്ട്. വല്ലപ്പോഴും ഒക്കെ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ ഓട്സ്, ഗോതമ്പ്, അല്ലെങ്കിൽ ചെറുപയർ, അല്ലെങ്കിൽ നട്ട്സ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ കഴിക്കുക. തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും വീട്ടിലുള്ളത്. ആ സമയത്താണ് രാവിലെ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, എന്തൊക്കെയാണ് ആരെങ്കിലും അർജൻറ്റായിട്ട് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാവും ഫുഡ് കഴിക്കാനായിട്ട് രാവിലത്തെ. അങ്ങനെ വാട്സപ്പ് തുറന്ന് മെസ്സേജ് നോക്കിയപ്പോഴേ ഒരു മെസ്സേജ് കണ്ടു ഞാൻ. ആ മെസ്സേജ് വായിച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. എന്താണോ ഇങ്ങനെ പറയില്ലേ, പറയില്ലേ, ദിസ് മെയ്ഡ് മൈ ഡേ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു മെസ്സേജായിരുന്നു അത്. കാണിച്ചു തരാം കേട്ടോ. നാത്തൂൻ്റെ മോളയച്ചതാ, കുഞ്ഞാറ്റ അയച്ച. മാമിയുടെ മനസ്സിന് സൗന്ദര്യമുണ്ട്. ഓടിപ്പോയി റെഡിയായി, ഇനി സ്കൂളിൽ പോയിട്ട് വരാട്ടാ. ടാറ്റ. താടി എഴുന്നേറ്റിട്ടില്ല. സാറ് ഒരുങ്ങി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുക. പുതിയ പെയിൻറ്റിങ്ങിൻ്റെ അടുത്ത് വെച്ച് സാറേ എടുക്കട്ടെ സാറേ ഒരു ഫോട്ടോ വരുമോ സാറിൻ്റെ? കാണിക്കൂല അത് പെയിൻറ്റിങ്. സ്കൂളിട്ടെത്തി, ഫുഡൊക്കെ കഴിച്ചു, ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അതാണ് അവിടെ നിന്ന്. അപ്പോൾ ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ആൾക്കൊക്കെ അത്ര സംതൃപ്തിയായില്ല. ബാക്ക്ഗ്രൗണ്ടൊന്നും അത്ര ശരിയായില്ല. തടി അയ്യോ, പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഭാര്യയെ പൊടി എന്ന് വിളിക്കുന്നോ? ഇനി നമുക്ക് വൈകിട്ടത്തെ ചേട്ടന് ചായ കൊടുക്കണം. അപ്പം കുറച്ച് പോപ്കോൺ ഉണ്ടായിരുന്നു. കുറച്ച് ലാസ്റ്റത്തെ ആട്ടോ ഇതും കൊണ്ട് കുറച്ച് ഓയിലും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുക. ഞാൻ നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഇതങ്ങ് അതിനകത്തേക്ക് തട്ടുക. ചെറുതായിട്ട് ഒന്ന് ഇളക്കിയിടണേ. ഇളക്കിയിട്ടിട്ട് നമ്മൾ ഒരു പാത്രം വെച്ച് അടച്ചതിന് ശേഷം നല്ല ചൂടായിട്ടല്ലേ ഇരിക്കുന്നത്. പയ്യെ പൊട്ടിയ നല്ല പോപ്കോൺ ആയിട്ട് 5 മിനിറ്റ് പോലും വേണ്ട. പോപ്കോൺ റെഡി.
ഇത് പെട്ടെന്ന് തീർന്നു കേട്ടോ. ഒരു വാരിൽ ഞാൻ ഒരു വാരിൽ ചേട്ടനും ഇപ്പോൾ തീർന്നു. ചായ റെഡിയായി വന്നപ്പോഴത്തേക്കും പോപ്കോണൊന്നും ഉണ്ടായില്ല കേട്ടോ. രണ്ടുപേരും കൂടെ കഴിച്ച് തീർത്തു. കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് നേരം സംസാരിച്ച് അതെന്താണെന്നൊക്കെ ചേട്ടൻ ചോദിച്ചു. എൻ്റെ മണ്ടത്തരങ്ങൾ കേട്ട് ചേട്ടൻ ചിരിക്കുന്നതാ. ഇത്രയും മണ്ടിയാണോ ഞാൻ? ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തീരുന്നത്. ഇന്നിപ്പം വേറെ ജോലികളൊന്നും തന്നെ എനിക്കില്ല. എല്ലാ ജോലികളും രാവിലെ തന്നെ തീർത്തു. അത് കാരണം വേറെ ജോലികളൊന്നും തന്നെ ബാക്കിയില്ല. ദിവസം തീരുമ്പോൾ നിങ്ങൾക്കൊരു സംശയമല്ലേ, ഈ ഇഡ്ഡലിയൊക്കെ അരച്ച് വെച്ചാൽ എന്ത് പറ്റിയെന്ന്? വാ കാണാം. ആ താടി രാവിലെ എഴുന്നേറ്റപ്പോൾ, രാവിലെ ഒന്നല്ല 11:30 എങ്ങാണ്ടായി ഞാൻ വിളിക്കുമ്പോൾ. 11:30ക്ക് എഴുന്നേറ്റ് ആൾ ചൂടൻ ദോശ ഉണ്ടാക്കി മുട്ടക്കറി കൂട്ടി കഴിച്ചു. അപ്പോൾ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണേ.